കുറേ എല്ലാവരും പറയുന്നത് നമ്മൾ ബീച്ചൊക്കെ അടിപൊളിയാക്കിയെന്നുള്ളത്. അപ്പോൾ പോകണം വിചാരിക്കാല്ലാണ്ട് ഇതുവരെ അങ്ങോട്ട് പോയില്ല. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, ഫുൾ കളർഫുള്ളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാക്കിന്. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ തന്നെ അതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ചോക്ലേറ്റ് കേക്ക് കഴിച്ചിട്ടോ. ഇത് 50 റുപ്പീസാണ്. അതിന് വർത്താണോ ചോദിച്ചാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ കഴിക്കുന്നത്. ഞാൻ പൊതുവേ സ്വീറ്റ്സ് അങ്ങനെ കഴിക്കില്ല, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബീച്ചിൽ വന്നാൽ നമ്മൾ ഉപ്പിലിട്ട് തിന്നാണ്ട് തിരിച്ചു പോകില്ല. അതും കഴിഞ്ഞതാ ഇവിടെ ഒരാൾ മണ്ണിലിരിക്കാൻ മടിയായിട്ട് കല്ലട്ടിക്കിട്ട് ഇരിക്കാൻ നോക്കിയതാണ്. അപ്പോൾ ദാ ഓരേം കുത്തനെ വീണ്. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് പ്രായമായി സാഹസമൊന്നും വേണ്ടെന്നല്ലേ എവിടെ കേൾക്കാം. പിന്നെ ഓരേം കുത്തനെ വീണിട്ട് ലാസ്റ്റ് ഞാൻ എന്നെ പിടിച്ച് എഴുന്നേൽക്കേണ്ടി വന്നിട്ടോ. നമ്മളിപ്പോൾ ഇൻസ്റ്റയൊക്കെ തുറന്നാൽ ഫുൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലെ നൈറ്റ് വൈബ്സിൻ്റെ വീഡിയോസാണ് ഉണ്ടാവുക. സെലിബ്രിറ്റീസും എല്ലാവരും വന്നിട്ട് അടിപൊളിയാക്കുന്നത്. നമ്മളങ്ങനെ വരലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ വരലില്ല. വന്ന് കാണാൻ തന്നെ നമ്മളിത് നമ്മളെ സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിലൊക്കെയാണ് ഇരിക്കൽ. ഈ മണ്ണിലേക്കൊന്നും അങ്ങനെ ഇറങ്ങില്ല കേട്ടോ. ഇന്നിപ്പോൾ എനിക്കൊന്ന് ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ മണ്ണിലേക്കൊക്കെ ഇറങ്ങി കളിക്കാനൊക്കെ നോക്കിയത്. പിന്നെ അതാ മോളായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അടിച്ച് പൊളിച്ചിട്ടോ. നമ്മൾ ഫ്രണ്ട്സായിട്ട് നൈറ്റ് വരുമ്പോഴാണ് ഏറ്റവും അടിപൊളി. ഇതുവരെ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി അങ്ങനെയാണ്. പക്ഷേ ഇതേപോലെയുള്ള നമ്മൾ ഫാമിലി ടൈം കിട്ടുകയാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ടൈം കിട്ടുമ്പോൾ മാക്സിമം നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലീൻ്റെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യും കേട്ടോ. ഈ സമയം നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. നമ്മളാണെങ്കിൽ എപ്പോഴും പുറത്ത് പോകാറുണ്ടേന് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് പോകാറില്ല. അപ്പോൾ ഞാൻ വിചാരിക്കും ആരോ ഒരാളെ കണ്ണ് കാര്യമായിട്ട് കിട്ടിയെന്നുള്ളത്. പിന്നെ അതങ്ങനെ നടക്കുമ്പോഴേ മോൾ പറയുന്നുണ്ട് ബലൂണ് വേണം എന്ന്. ഇത് വാങ്ങിക്കൊടുക്കുമ്പോഴേ എനിക്കറിയാൻ ഇതിൻ്റെ തലയിലാവുന്നുള്ളത്. അതേപോലെ തന്നെ എൻ്റെ തലയിലായിട്ടോ. അവസാനം ഞാനും അത് ചുമന്ന് നടന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്കാട്ടോ പോയി.